നിങ്ങൾക്ക് മുഴന്റെ അസുഖമാണുള്ളതെങ്കിൽ ഈ ഒരു ബോൾ വാങ്ങി പള്ളിയിലേക്ക് നേർച്ചാക്കുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ചില ഹോസ്പിറ്റലുകളെ കുറിച്ച് കേൾക്കാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ എല്ലാ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളും ഉണ്ട്, എല്ലാവിധ ഡോക്ടർമാരുണ്ട്, എല്ലാവരും ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ദുന്യവിയായ സംവിധാനങ്ങളും സബബുകളുമാണ് ഈ ഡോക്ടറിനെ കാണുക, മരുന്ന് വാങ്ങുക, അങ്ങനെ ചികിത്സിക്കുക. അതിലൂടെ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രോഗം ശിഫപ്പെടുക എന്നതെല്ലാം അള്ളാഹു കാരണമായി നിശ്ചയിച്ചതാണ്. എന്നാൽ അതിൽ നിന്നൊരു വിചിത്രമായ ഒരു സംഗതിയാണ് കോഴിക്കോട് ഈ ഖബർ വ്യവസായികൾ ചെയ്യുന്ന പുതിയൊരു തട്ടിപ്പ്. അതെന്തെന്ന് വെച്ചാൽ, എന്തുവിധ അസുഖമുണ്ടെങ്കിലും, കയ്യിലൊരു വിരലിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ കുടലിന് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ണി പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കാലിനാണോ പ്രശ്നം, അല്ലെങ്കിൽ കണ്ണിനാണോ പ്രശ്നം, ചെവിക്കാണോ പ്രശ്നം, മൂക്കിനാണോ പ്രശ്നം, എല്ലാത്തിനും പരിഹാരമുണ്ട്. എവിടെയെന്നറിയണ്ടേ? കോഴിക്കോടൊരു ഖബറുണ്ട്. ആ ഖബറിൽ നേർച്ച നടപ്പിലാക്കണം. അവിടെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. ആ പരസ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മുഴന്റെ അസുഖമാണുള്ളതെങ്കിൽ ഈ ഒരു ബോൾ വാങ്ങി പള്ളിയിലേക്ക് നേർച്ചാക്കുക. അപ്പോൾ മുഴേൻ്റെ അസുഖമാണുണ്ടെങ്കിൽ ആ ബോൾ വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ബിസിനസ് നടത്താനുള്ള പറ്റിയൊരു അവസരം കൂടിയാണ്. ഏതായാലും ആ ബോൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എന്തിനാ? മുഴേൻ്റെ അസുഖം ഉണ്ടെങ്കിൽ മാറാൻ. മുഴേൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പേടിയാണ്, ക്യാൻസർ ആണോ മറ്റൊന്നാണോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മാറാൻ എന്താ, ഈ ഖബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യുക? ഈ നേർച്ച ചെയ്യുക എന്നുള്ളതാണ്. ശരി, ബാക്കി നമുക്ക് കേൾക്കാം. അതുപോലെ കുടലിനാണ് പ്രശ്നമെങ്കിൽ ഈ കുടലപ്പം നേർച്ചാക്കുക. കുടലിനാണ് പ്രശ്നമെങ്കിൽ കുടലപ്പം. എല്ലാവിധ അപ്പങ്ങളും ഉണ്ട്, വെറൈറ്റിയാണ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞുതരാൻ ഇവിടെ വകുപ്പില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ട് എന്നുള്ളതും അപ്പങ്ങളുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പവാണിഭ നേർച്ചയെ കുറിച്ചാണ്. എന്താണ് അപ്പവാണിഭ നേർച്ച നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ അപ്പങ്ങളാണ്. ഇതാണ് പല്ലപ്പം. അതായത് നിങ്ങൾക്ക് പല്ലിന്റെ അസുഖങ്ങൾ മാറാൻ പല്ലപ്പം നേർച്ച. അപ്പോൾ പല്ലിന്റെ അസുഖം മാറാൻ ഇനി റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോകേണ്ടതില്ല, പല്ലടയ്ക്കാനോ ക്യാപ്പിടാനോ പോകേണ്ടതൊന്നുമില്ല. ഇങ്ങനെ ഓരോ വർഷം വരുമ്പോഴത്തേക്ക് അവിടെ പല്ലിന്റെ അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ അപ്പവാണിഭ നേർച്ചയായതുകൊണ്ട് വാണിഭം ഉണ്ടാകും എന്നതാണ് മിക്കവാറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പൈസയും കൊടുക്കേണ്ടി വരും. ഏതായാലും അദ്ദേഹം ബാക്കി കൂടി ഓരോ അസുഖത്തിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ അതിനുള്ള പരിഹാര മാർഗങ്ങളും അദ്ദേഹം പറയട്ടെ. അതുപോലെ കാലിന്റെ മോഡലുള്ള അപ്പം വാങ്ങിയാൽ നിങ്ങളെ കാലിന്റെ പ്രശ്നങ്ങൾ മാറും. ഈ കാണുന്നതാണ് ചൊറിയപ്പം. അതായത് ചൊറിയിന്റെ മോഡലുള്ള അപ്പമാണ്. ഇത് നിങ്ങൾ നേർച്ചാക്കിയാൽ നിങ്ങളെ ചൊറികളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഇതാണ് കണ്ണപ്പം, കണ്ണുവിൻ്റെ അസുഖം മാറാൻ. അതുപോലെ തന്നെ കയ്യപ്പം, കയ്യിൻ്റെ അസുഖം മാറാൻ. ആണിയപ്പം, ആണി അസുഖങ്ങൾ മാറാൻ, അതായത് ആണി രോഗമൊക്കെ മാറാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് വെള്ളപ്പാണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ വെള്ളരി നിറച്ചാക്കുക, ചൊറിയാണെങ്കിൽ ചേന നിറച്ചാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എങ്ങനെയെല്ലാം ആളുകളുടെ ആത്മീയതയെ ചൂഷണം ചെയ്യുക എന്നെല്ലാം ഇവർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോന്നും കൊണ്ടുവരികയാണ്. ഇതിലൂടെ ബിസിനസ് ചെയ്യുക എന്നത് ഇവരുടെ അടിസ്ഥാനമാണ്. ഈ ഖബർ വ്യവസായം എന്നത് ഇവരുടെ അജണ്ടയാണ്, ഇവരുടെ വരുമാന മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് സമൂഹം തിരിച്ചറിയണം. ഈ നേർച്ച എന്നത് ഏതെങ്കിലും ഖബറിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ചെയ്യേണ്ടതല്ല. ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള നേർച്ചയാണ്. ഒരു സൃഷ്ടിക്കും നേർച്ചയില്ല, ഒരു വ്യക്തിക്കും നേർച്ചയില്ല, ഒരു മഹാനോ ഒരു ഖബറാളിക്കോ നേർച്ച കൊടുക്കാൻ പാടില്ല. എന്നാൽ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ അനാചാരങ്ങളുടെ കൂട്ടത്തിലും ഖബറാളിക്ക് വേണ്ടി പല രൂപത്തിലുള്ള നേർച്ചകൾ കാണാൻ സാധിക്കും. ഇതെല്ലാം അനിസ്ലാമികമാണ് എന്ന തിരിച്ചറിവാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് എന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.